ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നമ്മുടെ ഫെറി മോഡിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഫെറി മോഡ് എന്ന് കേട്ടപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അതിൻ്റെ ഏകദേശം ഒരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ യൂറോപ്പിൽ ഓടുന്നവർക്ക് തന്നെ പലർക്കും നമ്മുടെ ഫെറിയുടെ മോഡ് ഇതുവരെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അതിനെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും കാണാം, ഈ വീഡിയോ കാണാം. പിന്നെ ഇത് ഫെറി മോഡ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ടൈം റെഗുലേഷൻസ് ഉണ്ട്. അതായത് റെസ്റ്റ് എടുക്കാനും ഡ്യൂട്ടി ടൈം, ഡ്രൈവിംഗ് ടൈം, ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ടൈമിങ്ങുകളുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങുകൾ പാലിച്ച് മാത്രമേ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് പാലിക്കാതെ എന്തെങ്കിലും വയലേഷനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനുകളും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ആ എന്താ പറയുക സമയം നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രിക്കാനും, അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് എടുക്കുന്നതും ഡ്യൂട്ടി എടുക്കുന്നതായിട്ടുള്ള അതിൻ്റെയൊക്കെ ഇത് നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ശേഖരിച്ച് അതിൻ്റെ ഡാറ്റാസ് ശേഖരിച്ച് വെക്കാനാണ് ഇത് മോളിൽ കാണുന്ന ടാക്കോ കാർഡ് അല്ലെങ്കിൽ ടാക്കോ മെഷീൻ ഇവിടെ ഉള്ളത്. അതിനകത്ത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു കാർഡുണ്ട്, ATM കാർഡ് പോലത്തെ ഒരു കാർഡ്. ആ കാർഡ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ കാർഡിനകത്ത് നമ്മുടെ ഓരോരോ ആക്ടിവിറ്റീസും അതിനകത്ത് റെക്കോർഡാവും. പോലീസുകാർക്കൊക്കെ ചെക്കിങ്ങിന് പിടിക്കുമ്പോൾ അത് പരിശോധിച്ചിട്ട് നമ്മൾ വയലേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഈടാക്കാനായിട്ട് അവർക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ടാക്കോടെ ഇതിൽ നമുക്ക് ഒരു ദിവസത്തെ കണക്ക് കൂട്ടുകയാണെന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് 13 മണിക്കൂറും, അതായത് ആഴ്ചയിൽ 3 ദിവസം 2 ദിവസം 13 മണിക്കൂറും ബാക്കിയുള്ള 3 ദിവസം നമുക്ക് 15 മണിക്കൂറും നമുക്ക് ഡ്യൂട്ടി എടുക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് 10 മണിക്കൂർ ഡ്രൈവും, ആഴ്ചയിൽ ബാക്കിയുള്ള 3 ദിവസം നമുക്ക് 9 മണിക്കൂർ ഡ്രൈവാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് 15 മണിക്കൂർ ബ്രേക്ക് ഡ്യൂട്ടി എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് 9 മണിക്കൂറും 13 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് 11 മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടത്. ഈ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് വീഡിയോ ഞാൻ വേറെ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ഒരു ബേസിക് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയണം. അപ്പോൾ ആ ബ്രേക്ക് 11 മണിക്കൂർ ബ്രേക്ക്, 9 മണിക്കൂർ ബ്രേക്ക്, ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഫെറിയിലൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ, ചിലപ്പോൾ 8 മണിക്കൂറിൻ്റെ ഫെറി ആയിരിക്കും, ചിലപ്പോൾ 7 മണിക്കൂറിൻ്റെ ഫെറി ആവും. നമുക്ക് ഫെറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും സമയം നമ്മുടെ ബ്രേക്കായിട്ട് കണക്ക് കിട്ടും. പക്ഷെ നമ്മൾ അവിടുന്ന് ഫെറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കണമല്ലോ. അപ്പോൾ ആ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്ക് കട്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 9 മണിക്കൂറിൻ്റെ ബ്രേക്കാണ് നമ്മൾ എടുക്കണമെങ്കിൽ 7 മണിക്കൂർ 55 മിനിറ്റിൽ നമ്മൾ വണ്ടി എടുത്താലും ആ ബ്രേക്ക് കട്ടായി. പിന്നെ അത് നമ്മൾ 9 മണിക്കൂറിൽ കൂട്ടില്ല. 8 മണിക്കൂർ 59 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 9 മണിക്കൂർ ബ്രേക്കിൽ നമ്മൾ കൂട്ടില്ല, അല്ലെങ്കിൽ മെഷീൻ കൂട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 9 മണിക്കൂറാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 9 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ മാത്രമാണ് അത് ബ്രേക്കായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 7 മണിക്കൂറിൻ്റെ 6 മണിക്കൂറിൻ്റെ ഫെറിയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഫെറി മോഡ്. അതിനാണ് നമ്മൾ ഫെറി മോഡ് യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് കയറാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയണത്, ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാവമുണ്ടേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ട്രാവമുണ്ടേയിൽ നിന്ന് ട്രൈബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, സ്വീഡനിലേക്കുള്ള ഫെറിയാണ്. ആ ഫെറി ഏകദേശം 9 മണിക്കൂറാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെറിയിൽ പോകുമ്പോൾ ഫെറി മോഡ് അടിച്ചാൽ നമുക്ക് 11 മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഒരു 11 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. അത് എന്താ പറയുക, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ 11 മണിക്കൂർ ബ്രേക്ക് ഈ 9 മണിക്കൂർ ഫെറിയിൽ ഇരുന്നിട്ട് നമ്മൾ എങ്ങനെ എടുക്കാം? ആ എടുക്കുന്നതിനാണ് നമ്മൾ ഫെറി മോഡ് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രാത്രി 9:30-ക്കാണ് നമുക്ക് ഫെറി. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ രീതിയിൽ പറയണം. ഇന്ന് രാത്രി എനിക്ക് 9:30-ക്കാണ് ഫെറി. ഈ രാത്രി 9:30-ക്കുള്ള ഫെറിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 5 മണി ആകുമ്പോൾ തന്നെ ഞാൻ ഫെറി പോർട്ടിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി നമുക്കൊരു 5 മണിക്ക്, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ ഞാൻ ഫെറി പോർട്ടിൽ നമ്മുടെ വണ്ടി കൊണ്ടിട്ട് നമ്മൾ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി. അങ്ങനെ 5 മണിക്ക് നമ്മൾ ഫെറി പോർട്ടിൽ എത്തിയിട്ട് നമ്മൾ റെസ്റ്റ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫെറി മോഡ് ഓൺ ആക്കിയിട്ടു. ഫെറി മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്പോൾ തൊട്ട് റെസ്റ്റാണ്. അപ്പോൾ 5 മണിക്ക് നമ്മൾ നിർത്തിയ വണ്ടി 6, 7, 8, 9, 4.5 മണിക്കൂർ റെസ്റ്റ് നമുക്ക് ഫെറി പോർട്ടിൽ തന്നെ കിട്ടി. നമ്മൾ ഈ 4.5 മണിക്കൂറിന് ശേഷം 9:30-ക്ക് ഫെറി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെറി മോഡിൽ ആണ് വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുക. അതിൽ നമ്മൾ എന്താ പറയുക, റെസ്റ്റ് ബ്രേക്ക് ആവില്ല, അത് റെസ്റ്റായിട്ട് തന്നെ കൂട്ടും. അതായത് ഫെറി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം, 1 മണിക്കൂറിൽ കൂടാതെ 2 പ്രാവശ്യം നമുക്ക് റെസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വണ്ടി നീക്കാൻ പറ്റും 2 പ്രാവശ്യം. 1 മണിക്കൂർ കൂടുതലുള്ള ആക്ടിവിറ്റി ഉണ്ടാവരുത്. ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്താലും നിർത്തിക്കൊള്ളണം. അതാണ് നമ്മൾ ഫെറി മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഫെറി മോഡ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ 4 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫെറി മോഡ് അടിച്ചിട്ടിങ്ങനെ വേണ്ടി നീക്കിയാലും നമ്മുടെ റെസ്റ്റ് അവിടെ കട്ടാവണില്ല. റെസ്റ്റ് കട്ടാവാതെ നമ്മൾ കൃത്യമായിട്ടും ആ റെസ്റ്റിൽ തന്നെയാണ് പോണേ. അതൊരു എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം മതി നമുക്ക് ഫെറിയിൽ കയറി ബോർഡാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 4 മണിക്കൂർ 5 മണിക്ക് ഇട്ട വണ്ടി 4.5 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി എടുത്ത് 15 മിനിറ്റ് നീക്കിയാലും ആ 15 മിനിറ്റ് നമുക്ക് ബ്രേക്കായിട്ട് കൂട്ടണില്ല. പിന്നെ നമ്മൾ ഫെറി ട്രാവലിംഗ് 9 മണിക്കൂറാണ്. അപ്പോൾ ഈ 9 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫെറിയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഈ 9ഉം 4ഉം അപ്പോൾ നമുക്ക് 13.5 മണിക്കൂർ, 4.5 മണിക്കൂർ മുന്നെടുത്തതും ഫെറിയിൽ 9 മണിക്കൂർ, 13.5 മണിക്കൂർ റെസ്റ്റ് കിട്ടി. അപ്പോൾ ഇത് ഫെറി മോഡ് അടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ റെസ്റ്റ് കട്ടായില്ല. റെസ്റ്റ് കട്ടാവാതെ നമ്മൾ ആ 13.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമ്മുടെ ഡ്യൂട്ടി സമയം റീസെറ്റായി. നമുക്ക് പിന്നെ അടുത്ത 13 മണിക്കൂറാണോ 15 മണിക്കൂറാണോ എത്ര മണിക്കൂറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫെറി മോഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫെറി മോഡ് ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഫെറിയിൽ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് വണ്ടി എടുത്താണ്. 5 മണിക്ക് വണ്ടി എടുത്ത് ഇന്നിപ്പോൾ 13 മണിക്കൂർ ഡ്യൂട്ടി കണക്കൂട്ടാണെങ്കിൽ നമ്മുടെ 6 മണിക്ക് നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിയുന്നു. 13 മണിക്കൂർ ഡ്യൂട്ടിയാണ് നമ്മൾ കണക്കൂട്ടണമെങ്കിൽ. ആ 13 മണിക്കൂർ ഡ്യൂട്ടി 5 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം നമുക്ക് 2 മണിക്കാണ് പിന്നെ വണ്ടി എടുക്കാൻ പറ്റുക. 2 മണിക്ക് നമ്മൾ വണ്ടി എടുക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ഫെറിയിലായിരിക്കും. നമുക്ക് പിറ്റത്തെ ദിവസം 2 മണിക്കാണ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുക. പക്ഷേ ആ 2 മണിയുടെ സമയം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 9 മണിക്കൂർ റെസ്റ്റ് ഇടണം. പക്ഷെ അത് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് വണ്ടി ഒതുക്കി കഴിഞ്ഞാലും നമുക്ക് 6 മണിക്ക് വണ്ടി ഒതുക്കുക, നമുക്ക് വൈകുന്നേരം 9:30 മണിയാകുമ്പോൾ വണ്ടി ഫെറിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 മണിക്ക് നിർത്തിയ വണ്ടി 7, 8, 9 3.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റെസ്റ്റ് ബ്രേക്കായി. പക്ഷെ ആ റെസ്റ്റ് അങ്ങനെ ബ്രേക്ക് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് വയലേഷൻ ആവും. അപ്പോൾ ആ റെസ്റ്റ് ബ്രേക്ക് ആവാണ്ട് വണ്ടി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെറി മോഡിൽ ഇട്ട് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെറി മോഡിൽ തന്നെ കടന്നിട്ട് നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ 1 മണിക്കൂർ വരെയാണ് അത് എന്താണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് റൂള്. ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫെറി ബോർഡായിട്ട് ഫെറിയുടെ ഉള്ളിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ആ ഫെറിയുടെ ഉള്ളിൽ 9 മണിക്കൂർ ട്രാവലിംഗ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റെസ്റ്റ് ഇവിടെ തീരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള വയലേഷനും ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് കാര്യങ്ങളൊക്കെ, അതായത് ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കിയാണ്. ഇതേ ഫെറി മോഡ് തന്നെയാണ് ട്രെയിനിലൂടെ. ട്രെയിനിൽ കയറുമ്പോഴും സെയിം സിസ്റ്റം തന്നെയാണ്. ട്രെയിനിൽ ഫെറിയിൽ കയറുന്നതും ട്രെയിനിൽ കയറുന്നതും ഇതേപോലെ. ട്രെയിൻ കയറുന്ന എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് ട്രെയിൻ എടുക്കുന്ന സമയമാകുമ്പോൾ ഉള്ളിൽ കയറുന്നു. അത് 8 മണിക്കൂർ 9 മണിക്കൂറാണെങ്കിൽ ആ 9 മണിക്കൂർ കണക്കാക്കിയിട്ട് അതിൻ്റെ മുന്നേ 3 മണിക്കൂർ നമ്മൾ പുറത്തെടുക്കണം. അതിപ്പോൾ 5 മണിക്കൂറാണ് ഫെറിയിൽ ഇരിക്കേണ്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 6 മണിക്കൂർ പുറത്തെടുക്കണം. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഫെറി മോഡ് അടിച്ചു പോകണം. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നില്ല വെച്ച് കഴിഞ്ഞാൽ ഫെറി കയറി ഫെറിയുടെ ഉള്ളിൽ വയലേഷൻ ആവും ചെയ്തു. ഇപ്പോൾ ഫെറിയുടെ ഉള്ളിൽ വയലേഷൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഡ്യൂട്ടി സമയത്ത് തന്നെ 9 മണിക്കൂർ ഫെറിയിലിരുന്ന് അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2-3 മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടുള്ളൂ. 2-3 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി റെസ്റ്റ് എടുത്താലാണ് ചിലപ്പോൾ നമുക്ക് ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ആവശ്യം വരില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി എൻ്റെ റെസ്റ്റ് മുഴുവൻ ഞാൻ ഫെറിയിലെടുത്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഡയറക്റ്റ്ലി ചെന്നിട്ട് ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലോഡ് ഇറക്കാൻ പോവാം. എവിടെയും പിന്നെ വണ്ടി നിർത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഫെറി മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ടും മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനത് ഒന്ന് എഴുതിയിട്ട് ഞാൻ ഇട്ട് തരാം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഡെയിലി വർക്കിംഗ് ടൈമും ഡ്യൂട്ടി ടൈമും എല്ലാം കൂടി പറഞ്ഞ കാരണം മനസ്സിലാവാതെ കൺഫ്യൂഷൻ വരുമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല, അല്ലെങ്കിൽ എവിടെ എഴുതി വെച്ചത് വായിക്കുന്നതല്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു എന്താ പറയുക വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളൂ. ഞാനത് അപ്പം കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കി തരാം. എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ ഞാൻ ഡ്യൂട്ടി സമയത്തിന് ഇതിനെ പറ്റിയിട്ടൊന്നും ഭയങ്കരമായിട്ട് വിശദീകരിച്ച് വീഡിയോ ലെങ്ത് കൂട്ടി നമ്മളിത് ഫെറി മോഡിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് പോയിന്റ് ചെയ്തിട്ട് പറയാനുള്ള കാരണം. പിന്നെ ടാക്കോടെ മറ്റുള്ള ഡ്യൂട്ടി അവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം കുറേ നാളായി ചെയ്യാമെന്ന് പറയണം. ഇനി അത് വൈകിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാനത് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഇല്ലെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാ ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ആൾക്കും അതിനൊരു മറുപടി കിട്ടും. മറ്റേ ഇൻബോക്സിൽ അയക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇതുപോലെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ സംബന്ധമായ ട്രക്കിങ്ങിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ.